മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ചും അതിനോട് ചേർന്ന് ഇസ്രായേലിനെ എങ്ങനെയാണ് ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച്. എന്നാൽ ചില വാക്യങ്ങൾ യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ചു. നിങ്ങളത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രീവിയസ് എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇസ്രായേലിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നുള്ള യിരെമ്യാവിൽ കൂടിയുള്ള പ്രൊഫസിയിൽ പറയുന്നത്. ഇനിയും ചില വാക്യങ്ങളൂടെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ച് കേൾപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ പ്രവേശിക്കാം. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്ന് ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി അവർ നിർഭയമായി വസിക്കുമാറാക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും ആക്കും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ദൈവം യഹൂദന്മാർക്ക് ചെയ്യുന്ന നന്മകളെക്കുറിച്ചും ഉള്ള അരുളപ്പാടുകളെക്കുറിച്ചുമാണ് ഈ പറയുന്നത്. യിരെമ്യാ പ്രവചനം 33-ന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദരുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യങ്ങളെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെക്കുറിച്ചും സകല ഭൂവാസികളുടെ മുമ്പാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവുമായിരിക്കും. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവ്വസമാധാനവും നിമിത്തവും അവർ പേടിച്ച് വിറയ്ക്കും. ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ഈ 2-3 വാക്യം കൂടെ അത് വായിച്ചതിന് ശേഷം നമ്മൾ അത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ചിന്തിക്കാം. എസ്കേൽ പ്രവചനം 36-ന്റെ 24 മുതൽ 36 വാക്യങ്ങൾ. ഇത് ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഇത് തന്നെ പറയുന്നത്, ഞാൻ നിങ്ങളെ ജാതിയുടെ ഇടയിൽ നിന്ന് സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതെല്ലാം അത് തന്നെ പറയുന്ന ആ വാക്യങ്ങളെല്ലാം. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായി, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഇപ്പോഴീ തന്നെ നമുക്കറിയാം ഈ യുദ്ധം നടക്കുന്ന സമയത്തുമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹമാസ് യുദ്ധത്തെക്കുറിച്ചുമൊക്കെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തതാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്തുമൊക്കെ നമ്മളറിയാം ഈ പാലസ്തീൻ, ഈ കനാൻ ദേശം അവർക്ക് ശാശ്വത അവകാശമായി കൊടുത്തിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോഴവിടെ തന്നെ ഇവരെല്ലാവരും മടങ്ങി വരും എന്ന് നമ്മൾ മറന്നു പോകരുത്. ആമോസ് 9-ന്റെ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിലെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായിരിക്കുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി അവയിൽ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു പെർമനൻ്റായിട്ട് അവരെ ആക്കുകയാണ്. അവരെ അവിടുന്ന് പറിച്ച് കളയത്തില്ല. യഹൂദനെ ഒരിക്കലും ഇനി പറിച്ച് കളയത്തില്ല. ഇനി യഹൂദന് നേരെ ആരും കൈ ഓങ്ങുകയില്ല. കാരണം അവരെ ഭരിക്കാൻ പോകുന്നത് കർത്താവാണ്. അതുകൊണ്ട് നിത്യരാജ്യത്തിലേക്ക് അവർ വരികയാണ്. മീഖാ പ്രവചനം 2-12 യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും, ഇസ്രായേൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെ പോലെ, മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. മീഖായുടെ പ്രവചനത്തിലും ഇതുതന്നെ പറഞ്ഞിരിക്കുന്നു. മീഖയുടെ പ്രവചനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇത് തന്നെ പറയും. അന്നാളിൽ മുടന്തി നടക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെ ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും. യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കും. അപ്പോഴവരെ മുഴുവൻ മടക്കി വരുത്തുന്ന ഒരു ചിന്ത. നമുക്കറിയാം ഇന്ന് ഇസ്രായേൽ, ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്, ഇന്ന് ഇസ്രായേലിൽ 7.2 മില്യൺ യഹൂദന്മാരാണുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 6.3 മില്യണുണ്ട്. ഫ്രാൻസിൽ 4.4 മില്യണുണ്ട്. കാനഡയിൽ 3.98 മില്യണുണ്ട്. UK 3.12 മില്യണുണ്ട്. അർജൻറ്റീനയിൽ 1.71 മില്യണുണ്ട്.
റഷ്യയിൽ 1.32 മില്യൺ ഉണ്ട്, ജർമ്മനിയിൽ 1.25 മില്യൺ ഉണ്ട്, ആസ്ട്രേലിയയിൽ 1.17 ഉണ്ട്. പിന്നെ അതുപോലെ ബ്രസീൽ, മെക്സിക്കോ, ഉക്രൈൻ, ഹംഗറി, ഇതെല്ലാം തന്നെ ഉള്ള ആളുകൾ, ഇതെല്ലാം പറയുന്നത് ട്രൂ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ടുള്ള, അങ്ങനെ ഒരു 30 മില്യൺ ആയിട്ടുള്ള ഈ യഹൂദന്മാരുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവരുമായിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള പേര് ഉണ്ട്. അന്ന് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ സെൻസസ് എടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തിനാണിത് പറയുന്നത് ചോദിച്ചാൽ, ഇവർ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. ഇവരെല്ലാം തന്നെ തിരിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. ഇതിൽ കുറേ പേര് നശിച്ചു പോകും. 3/1 ഭാഗമേ വരുള്ളൂ. ബാക്കി എല്ലാവരും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ ഛേദിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ പ്രതിമയെ നമസ്കരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിനെതിരായിട്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴേ അവൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, അവൻ്റെ ശക്തിയുടെ കീഴിൽ ഇവർ പലരും പട്ടുപോകും. അവരുടെ ആത്മാക്കളെയൊക്കെ നമ്മൾ ഉയരത്തിൽ കണ്ടതായിട്ട് കാണുന്നുണ്ട്. അവരെല്ലാം തിരിച്ച് ഈ ഭൂമിയിലേക്ക് അവർ വരും എന്ന് നമ്മൾ മറന്നുപോകരുത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്ന പോലെ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും മഹത്വ പ്രത്യക്ഷതയിൽ അനേക ദൂതന്മാരോടുകൂടിയും വിശുദ്ധന്മാരോടുകൂടിയും വരുമ്പോഴേ അവൻ ഒലിവുമലയിൽ നിൽക്കും, അത് പിളർന്നു പോകും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് ഈ ചൈന, റഷ്യ, ഇന്ത്യ, ജപ്പാൻ, ഇവരുടെ എല്ലാം സൈന്യങ്ങൾ എല്ലാം കൂടെ അവിടെ പാളയമിറങ്ങിക്കൊണ്ട് ആൻറ്റി ക്രൈസ്റ്റിനെതിരായിട്ട് യുദ്ധം ചെയ്യാം. ആൻറ്റി ക്രൈസ്റ്റും കൂടെ ചേർന്ന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വരും. ആ സമയത്ത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണമാണല്ലോ, ആൻറ്റി ക്രൈസ്റ്റാണ് ഓട്ടോക്രാറ്റായിട്ട് ഇരിക്കുകയാണ്. അവൻ പറയും ഏതോ ഏലിയൻസ് അവിടെ വന്നിട്ടുണ്ട്, അനേകം ദൂതന്മാരും ഒക്കെ ആയിട്ട് ഏലിയൻസ് അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനുമായിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ ആകാശത്തിൽ നിന്ന് അവൻ്റെ ശ്വാസത്താൽ ഒടുക്കിക്കളയുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ വായിൽ നിന്ന് വാള് പുറപ്പെട്ട് സൈന്യം മുഴുവൻ നശിച്ചു പോകുന്നതായിട്ട് കാണും. അന്നേരം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവിടെയുള്ള ഇസ്രായേലെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെയുള്ള ജീവനോടിരിക്കുന്ന ഇസ്രായേലെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത് ഒലിവുമലയിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 1:11. അതുപോലെ തന്നെ അവൻ തിരിച്ച് മഹത്വ പ്രത്യക്ഷതയിൽ കോടാനുകോടി ദൂതന്മാരും തലയിൽ അനേകം രാജമുടികളുമായി കാന്തയായ സഭയോടുകൂടിയും അവനെ തിരിച്ച് ഒലിവുമലയിൽ വരും. അവിടെയും ഈ പുതിയ നിയമ, പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളും അവിടെ കാണും എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തായാലും അവരവിടെ വരും. സക്കറിയ പ്രവചനം 14:4 അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും, ഏറ്റവും വലിയൊരു താഴ്വര ഉളവാകും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അതിൽ തന്നെ 5-ാം വാക്യത്തിൽ, എന്നാൽ മലയുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവ് ഉസിയാവിൻ്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. കർത്താവ് വീണ്ടും മഹത്വപ്രത്യക്ഷയിൽ വരുന്നതിനെക്കുറിച്ചുള്ള 2600 വർഷത്തിന് മുമ്പ് പറഞ്ഞ പ്രവചനമാണ് ഇവിടെ നിവൃത്തിയാകുന്നത്. അപ്പോഴെന്താണ്? അന്തിക്രിസ്തു അവിടെയുണ്ട്. ഭോഷ്ക് പറയുന്ന അന്തിക്രിസ്തു അദ്ദേഹം പറയും, അന്യഗ്രഹ ജീവി ഒലിവുമലയിൽ നിൽക്കുന്നു, മീഡിയയിൽ കൂടി അതെല്ലാം പ്രചരിക്കും, ലോകത്തിൽ എല്ലാവരും കാണും, എന്താ ഒലിവുമലയിൽ അന്യഗ്രഹ ജീവി വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കും. അതുപോലെ തന്നെ ലോകത്തിലെ മിലിറ്ററികൾ മുഴുവൻ അവിടെ വരും, അവിടെ യുദ്ധം നടക്കും. അതാണല്ലോ അർമഗദോൻ യുദ്ധം. ഈ മെഹിദോ താഴ്വരയിലെ 1500 ഏക്കർ സ്ഥലം യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശമാണ്. അവിടെ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാതെ കൃഷി മാത്രം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഇസ്രായേലിലൊക്കെ ടൂറ് പോകുന്നവർ, ടൂർ ഏജൻസ് പറയും
നമ്മുടെ റബ്ബിമാർ പറഞ്ഞു അത് മെസ്സിയ വരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ കൺസ്ട്രക്ഷൻ ഒന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലെ 19ഉം 20ഉം വാക്യങ്ങളിൽ കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടി ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികളും തൃപ്തി വന്നു. ഇവിടെ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ച് ജീവനോട് ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് തള്ളിക്കളഞ്ഞു. ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ വിശുദ്ധന്മാരെല്ലാം അവൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവനെ നേരിട്ട് കാണാൻ പറ്റുന്നതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിനുശേഷം ആ മിലിറ്ററി, അവനോട് കൂടെ ഒരു മിലിറ്ററി ഉണ്ടല്ലോ, അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സക്കറിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്. സക്കറിയ പ്രവചനം 14:12 യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷാവിധിയാണിത്. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴിഞ്ഞു പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴിഞ്ഞു പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴിഞ്ഞു പോകും. ഇവിടെ ഒരു കമ്പ്യൂട്ടർ വൈറസ് കയറി ഒരു റേഡിയേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഇവർക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ കൺട്രോൾ ചെയ്യുകയാണല്ലോ. ആൻറ്റിക്രൈസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ എവരുടെയൊക്കെ ശരീരത്തിലൊരു ചിപ്പ് ഉണ്ടാവും, ഞാൻ കൺട്രോൾ ചെയ്യുന്നതാണല്ലോ. അന്നേരം ഈ ചിപ്പ് പ്രവർത്തിക്കാതെ വരുമ്പോൾ അതിൻ്റെ റേഡിയേഷൻ മുഖാന്തരം കണ്ണ് അഴുകും, മൂക്കഴുകും, ശരീരമൊക്കെ അഴുകും. അതുകൊണ്ട് ലോക പട്ടാളത്തിൻ്റെ കഥയെല്ലാം കഴിയും. ലോക പട്ടാളത്തിൻ്റെ കഥ ഇതോടുകൂടി കഴിയും. കാരണം വലിയൊരു സൈന്യമാണ് വരുന്നത്. ചൈന, ഇന്ത്യ, അതുപോലെ ഏഷ്യൻ കൺട്രീസ്, ജപ്പാൻ, ഇവിടെ നിന്നെല്ലാം വന്ന് യൂഫ്രട്ടീസ് നദിയെല്ലാം കടന്ന് അക്കരെ ചെന്ന് അവിടെ ഒലിവുമലയിലെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കർത്താവുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന ഒരു കേസാണ്. അപ്പോഴവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവരെ കൊന്നുകളയും. അവരെ സൈന്യം മുഴുവൻ ഈ പറഞ്ഞ പോലെ റേഡിയേഷൻ വന്നിട്ട് അവരെ മരിച്ചു പോകും. അവരെല്ലാം അഴുകി ചാകുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ വന്ന് കിടക്കുന്ന ശരീരങ്ങളെ പോയി തൊടുവാനായിട്ടും ഒക്കെ പ്രയാസമാണ്. അത് എന്താ വെച്ചാൽ ആളുകൾക്ക് അതിൽ നിന്ന് റേഡിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെഡ് ബോഡി കിടക്കും. അത് യെഹെസ്കേൽ പ്രവചനം 39:14 പറയുന്നത് ട്രെയിൻ പീപ്പിൾ ഷാൽ ബി ഡിപ്ലോയിഡ് ടു ക്ലീൻ ദ ലാൻഡ്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി നടക്കുന്ന നിത്യ പ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. അതിനകത്ത് നമുക്ക് അറിയാം, ഈ ലെഡ് കൊണ്ടുള്ള കവചങ്ങൾ റേഡിയേഷൻ ഏൽക്കുകയില്ല. എക്സ്റേ ഒക്കെ എടുക്കാൻ പോകുന്നവർക്ക് ചെയ്യുന്നവർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതിൽ ഇസ്രായേലിൽ അതിനുള്ള ട്രെയിനിങ്ങും കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൽ എന്തിനാണ്? റേഡിയേഷൻ വന്ന് ശവശരീരങ്ങളെ മാറ്റാനുള്ള ട്രെയിനിങ്. അത് യെഹെസ്കേൽ പ്രവചനം 39:14 പറയും, ദേശമെല്ലാം വെടിപ്പാക്കേണ്ട അതിനുശേഷം ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി നടക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. സോ ട്രെയിൻ പീപ്പിൾ ഷാൽ ബി ഡിപ്ലോയിഡ് ടു ക്ലീൻ ദ ലാൻഡ്. അതും ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യമാംസം തിന്നുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ ഡിന്നറിന് വേണ്ടി ആകാശത്തിലെ പക്ഷികളെ വിളിക്കുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം 19:17 നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഇതേ കാര്യം യെഹെസ്കേൽ പ്രവചനം 39:17-18 ഉണ്ട്. മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടതിന് നിങ്ങൾ കൂടി വരുവീൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങൾ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുപ്പാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്തു നിന്നും വന്നുകൂടുവീൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രവാചകവും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അന്നേരം ആകാശത്തിലെ പക്ഷികളും അതുപോലെ ട്രെയിൻഡ് പീപ്പിളും എല്ലാം കൂടെ 6-7 മാസം കൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കളയും എന്ന് കാണുന്നു.
എന്നിട്ട് അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റർ ചെയ്തിരിക്കുന്ന ആളുകൾ, ജീവനോടിരിക്കുന്നവരും എല്ലാം അവിടെ തിരിച്ചു വരും എന്നുള്ള പ്രവാചകത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ ഇരമ്യ പ്രവചനത്തിൽ നിന്ന്, എഹെസ്കേൽ പ്രവചനത്തിൽ നിന്ന്, ആമോസിൻ്റെ പ്രവചനത്തിൽ നിന്ന്, സക്കരിയ പ്രവചനത്തിൽ നിന്ന്, മീഖയുടെ പ്രവചനത്തിൽ നിന്നെല്ലാം നമ്മൾ കോട്ട് ചെയ്ത് പറഞ്ഞാണ്. കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞാണ്. അതുകൊണ്ട് അവരെല്ലാവരും വരും. ഇനിയും സക്രിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും സക്രിയ പ്രവചനം 13-ന്റെ 6-ഉം ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 13-ന്റെ 6-ൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ ആൻറ്റിക്രൈസ്റ്റിനെ മുഴുവൻ കൊന്നുകളഞ്ഞിട്ട്, അല്ലെങ്കിൽ അവനെ പിടിച്ച് നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞതിന് ശേഷം ഈ ജനത്തെ മുഴുവൻ, ഈ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് ഇസ്രായേൽ മക്കളെ വിടുവിക്കുമ്പോഴേ ഇസ്രായേൽ മക്കൾ ഓടി വന്ന് യേശുവിൻ്റെ കൈ പിടിച്ച് മുത്തം വെക്കും എന്നാണ് പറയുന്നത്. അപ്പോഴെന്താണ്? അവനെ കുത്തിയെങ്കിലേക്ക് നോക്കും. അവൻ്റെ കയ്യിലെ മുറിവുകൾ 12-ന്റെ 6-ൽ പറയുന്നത്, നിൻ്റെ കയ്യിലെ മുറിവുകൾ, കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിച്ചേനെ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. യേശുവിനെ വന്നിട്ട് യേശു അവരെ രക്ഷിക്കുമ്പോഴേ അവർ വന്ന് യേശുവിൻ്റെ കൈ പിടിച്ച് മുത്തം കഴിയുമ്പോൾ അവർ റിയലൈസ് ചെയ്യും, ഈ അവരെ രക്ഷിക്കാൻ വന്ന കർത്താവ് നേരത്തെ വന്ന മെസ്സിഹയാണ്, യേശു ക്രിസ്തുവായിട്ട് 2000 വർഷത്തിന് മുമ്പ് വന്നതാണല്ലോ എന്നവർ മനസ്സിലാക്കി കഴിയുമ്പോഴേ അവർ കൂട്ടമായിട്ട് അവർ കർത്താവിലേക്ക് അനുതാപത്തോട് വരുന്നു എന്ന് സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. എന്നാൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികളുടെ മേലെ കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അതിനെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെക്കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അത് താഴോട്ട് എഴുതിയിട്ടുണ്ട്: ദേശം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകം, അവിടെ സ്ത്രീജനം പ്രത്യേകം. നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകം, അവിടെ സ്ത്രീജനം പ്രത്യേകം. ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകം. ഇങ്ങനെ ഓരോ ശേഷിച്ചിരിക്കുന്ന ഓരോ കുലവും അവരുടെ സ്ത്രീജനങ്ങളും എല്ലാം വിലപിച്ചിട്ട് അന്ന് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അതാണ് ഒരു ജാതി ഒരു ദിവസം ജനിക്കുമോ എന്നുള്ള ആ ഒരു പ്രവചനം ഇവിടെ നിവർത്തിയാണ്. ഒരു ജാതി മുഴുവൻ, ഇസ്രായേൽ ജാതി മുഴുവൻ അന്ന് വീണ്ടെടുക്കപ്പെടുന്ന ഒരു അവസ്ഥ. ഇവിടെയാണ് ഇസ്രായേലിൻ്റെ യഥാസ്ഥാനം നടക്കുന്നത്. സക്രിയ പ്രവചനത്തിൽ കറക്റ്റ് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിലെ പൗലോസ് പറയുന്ന സകല ഇസ്രായേലും രക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ജീവിച്ചിരിക്കുന്നവരെല്ലാം തന്നെ ആ സമയത്ത് കർത്താവിൻ്റെ കുത്തിയെങ്കിലേക്ക് നോക്കുകയും കർത്താവിൻ്റെ കൈ പിടിച്ച് മുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴേ ആ പഴയ കർത്താവിനെ മനസ്സിലായി ആ രൂപാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. ഇസ്രായേൽ മുഴുവൻ യഥാസ്ഥാനപ്പെടുന്നതായി കാണും. അതുകൊണ്ട് നമ്മൾ ഇതെന്തിനാണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെല്ലാം 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അവരെല്ലാം. അപ്പോഴേ ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ചും നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ മക്കളായിട്ട് തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത, ദൈവം ആദ്യമേ തന്നെ അബ്രഹാമിനോട് പ്രോമിസ് ചെയ്ത ആ പ്രോമിസ് ഇവിടെ ഫുൾഫിൽ ചെയ്യുകയാണ് കാണുന്നത്. യേശുക്രിസ്തു വന്നു, അവർ റിജക്റ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും യേശു 2 മഹത്വ പ്രത്യക്ഷയിൽ വന്ന് ആ ആൻറ്റിക്രൈസ്റ്റും അവൻ്റെ ഭരണത്തെയും എല്ലാം ഓടിച്ച് ഇല്ലാതാക്കി കളയുമ്പോഴേ അവരത് റിയലൈസ് ചെയ്യും, അവർ തിരിച്ചു വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അവൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ദൈവം എപ്പോഴും മനുഷ്യരെ വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, എല്ലാ സമയത്തും ഒരു മനുഷ്യനും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരൂ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിലും അവൻ്റെ രഹസ്യ വരവിൽ നമ്മൾ എടുക്കപ്പെടുകയും അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനോട് ചേർന്ന് നമ്മൾ ഭരിക്കാൻ കാണുകയും ചെയ്യും എന്നുള്ള വലിയൊരു വസ്തുത നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ചിന്തിച്ച് ദൈവങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണല്ലോ കർത്താവേ. ആ വലിയ പ്രത്യാശ ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കർത്താവേ, പലതരമായിട്ടുള്ള കെട്ടുകളിൽ ഇരിക്കുന്ന
പല വ്യക്തികൾ ഇത് കാണുന്നുണ്ടല്ലോ. പിശാച് വന്ന് പല കെട്ടുകൾ കൊടുത്തിരിക്കുക. അതിൽ നിന്നൊക്കെയുള്ള വലിയ റിലീസ് ഈ ദിവസങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, നിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് കർത്താവെ പല അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ അവരുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സാധിപ്പിക്കണമേ. ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ അഡ്മിഷൻ കിട്ടത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ ദൈവമേ നിൻ്റെ കൃപ വ്യാപരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിൻ്റെ വകയാവുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടണം. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുത്താൽ അവരും ഇത് കാണാൻ ലിങ്ക് അയച്ചു കൊടുത്താൽ അവർ കാണും. ഏതെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.